الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون صدق الله العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വ്യവസ്ഥക്ക് പൂർണ്ണമായും വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടെ ദീനി ജാഗ്രതയോടെ മുമ്പോട്ട് പോകണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. മഹാകാരുണ്യത്തിൻ്റെ കൃപയുടെ ഉറവിടമായ റബ്ബ് നാം ഏവരെയും പ്രത്യേകം തുണക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോകുന്ന വീഴ്ചകളെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ജനങ്ങൾക്ക് നന്മ ചെയ്യുക, അല്ലെങ്കിൽ ജനനന്മക്ക് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ അത് ജനപ്രിയമാകാൻ വേണ്ടി പറയുന്ന ഒരു കൃത്രിമ മുദ്രാവാക്യമല്ല, ആകരുത്. വളരെ ഗൗരവത്തിൽ ഈ സന്ദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വശത്തെ ഒരു നസീഹത്ത് എന്ന നിലയിൽ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഇന്നത്തെ ഖുതുബയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ചെയ്യുന്നത്. ജനനന്മക്ക് വേണ്ടി പോരാടുക എന്ന് പറയുമ്പോൾ ആ സന്ദേശം അല്ലാഹുവിന്റെ അംബിയാ മുർസലുകൾ പഠിപ്പിച്ചു തന്ന ജീവിത വീക്ഷണവുമായി, ലോകവീക്ഷണവുമായി, പ്രപഞ്ച ദർശനവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു വിഷയമാണത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ലോകവീക്ഷണത്തിൽ നിന്നാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു പ്രസ്ഥാനം ഈ സന്ദേശം യഥാർത്ഥത്തിൽ മുഴക്കേണ്ടത്. അൽ ഖൽഖു ഇയാലുല്ലാഹ് അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്
വാസ്തവത്തിൽ സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ കുടുംബമാകുന്നു. അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരരായ ആളുകൾ ജനങ്ങളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരും അവർക്ക് ഉപകരിക്കുന്നവരുമാകുന്നു. എത്ര വിശാലമായ ഒരു വീക്ഷണമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ പറഞ്ഞതിൽ ഒരു വിശ്വാസിയുടെ റബ്ബിനെക്കുറിച്ച് തിരിച്ചറിവുണ്ട്. ആ റബ്ബിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ട്. ആ സൃഷ്ടികളെല്ലാം ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന അനിർവചനീയമായ ആർദ്രതയും സഹാനുഭൂതിയുമുണ്ട്. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ മഹാഗോളങ്ങൾ തൊട്ട് മണൽത്തരികൾ വരെ സകലതും, ഭീമാകാരങ്ങളായ സൃഷ്ടികൾ തൊട്ട് ആകാശം പോലെ, ഭൂമി പോലെ, മഹാപർവ്വതങ്ങൾ പോലെ വലിയ സൃഷ്ടികൾ തൊട്ട് വളരെ ചെറിയ പ്രാണികൾ വരെയുള്ള ജീവജാലങ്ങൾ അഖിലവും അല്ലാഹുവിന്റെ കുടുംബമാകുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, ആ കുടുംബാംഗങ്ങൾ നമുക്കിടയിൽ ഭൂമിയുടെ അവകാശികളായി തന്നെ പുലർന്നുകൊണ്ടിരിക്കുന്ന സഹജീവികൾ, അവരോടൊക്കെയുള്ള ഒരു വിശ്വാസിയുടെ ബന്ധത്തിന്റെ സ്വഭാവം പ്രവാചകൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അവിടെ മതജാതി ഭേദം പോലുമില്ല, അവിടെ വർഗവ്യത്യാസ ചിന്തകളില്ല. ഇർഹമൂ മൻഫിൽ അർള് ഇർഹമുക്കും മൻഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, അവരോട് ദയാപൂർവം പെരുമാറൂ, ഉപരിലോകത്തുള്ളവൻ അല്ലാഹു നിങ്ങളോട് കരുണ ചൊരിയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, ആ വാക്ക് ഇർഹമൂ മൻഫിൽ അർള്, മൻഫിൽ അർള്, ഭൂമിയിലുള്ളവരോട്, ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തോട് എന്നല്ല, ഏതെങ്കിലും ഒരു മതജാതിയോട് എന്നല്ല. ഇർഹമൂ മൻഫിൽ അർള്, ഭൂമിയിലുള്ളവരോടൊക്കെ നിങ്ങൾ കാരുണ്യത്തോടെ സ്നേഹത്തോടുകൂടി പെരുമാറൂ. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനെ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്ന് പരിചയപ്പെടുത്തിയത്. ഈ സമൂഹം ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഒരു സമൂഹമാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, അവരുടെ സമാധാനത്തിന് വേണ്ടി, അവരുടെ ശാന്തിക്ക് വേണ്ടി, അവരുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ സ്വർഗത്തിന് വേണ്ടി, എല്ലാ സമുദായങ്ങൾക്കും വേണ്ടി പുറത്തെടുക്കപ്പെട്ട സമൂഹമാകുന്നു നിങ്ങൾ എന്നീ സമുദായത്തെ പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഉഖ്രിജത്ത് ലിന്നാസ് എന്ന് പറഞ്ഞല്ലോ. ആ അന്നാസിൽ ആരൊക്കെയുണ്ട്? എല്ലാവരുമുണ്ട്. അതിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളുണ്ട്, പീഡിതരും മർദ്ദിതരുമായ ആദിവാസി ജനതകളുണ്ട്, ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരയിൽ പരാമർശിക്കുക പോലും ചെയ്യാത്ത ഒരുപിടി ജനതകളുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഈ അന്നാസ് എന്ന് പറഞ്ഞത്. ഉഖ്രിജത്ത് ലിന്നാസ്, നിങ്ങൾ അവർക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട സമൂഹമാണ്. അതുകൊണ്ട് അവരുടെ വേദനകൾ ഈ ഉമ്മത്തിന്റെ വേദനകളായി തീരണം. അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ ചിന്താവിഷയമായി മാറണം. അവരുടെ വേദനകളോട് അലിവും ആർദ്രതയും അനുതാപവും പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമായി തീരണം. നമ്മൾ ആലോചിച്ചു നോക്കൂ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അംബിയാ മുർസലുകളുടെ വ്യക്തിത്വങ്ങളുടെ ചിത്രീകരണം ഖുർആനിൽ നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു പ്രവാചകൻ ദന്തഗോപുരവാസിയായിരുന്നോ? ജനങ്ങളുമായിട്ട് വളരെ അകന്ന് ഏതോ മലമുകളിലൊരു കൊട്ടാരം പണിത് ഒരാത്മീയ ജ്യോതിസാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുകയും എന്നിട്ട് ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് കൊടുത്ത് അവരെ കൗൺസിലിംഗ് നടത്തുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്മാർ? അല്ലല്ലോ. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു, ജനങ്ങൾക്കിടയിൽ ജീവിച്ചു, അവരോടൊപ്പം കുടിച്ചു, അവരോടൊപ്പം കഴിച്ചു, അവരോടൊപ്പം നടന്നു. വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ടാണല്ലോ പല കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ കുറിച്ച് അതത് സമുദായങ്ങളിലെ പ്രമാണിമാർക്ക് പരാതി ഉണ്ടായിരുന്നു അത്രേ. ഇവരെന്തേ ഇങ്ങനെ ദൈവദൂതന്മാരായിട്ട് സാധാരണക്കാരോടുകൂടി നടക്കുന്നു? ഈ ഏഴകളോടും പാവങ്ങളോടും തോളിൽ കൈയിട്ട് നടക്കാൻ അപ്പൊ ഇവർ ദൈവദൂതന്മാരായിരിക്കുകയില്ലല്ലോ. വഖാലൂ മാലി ഹാദർ റസൂൽ യഅകുലു തആം വയംശി ഫിൽ അസ്വാഖ്. ഇവരെന്തേ ഈ സാധാരണക്കാരുടെ കൂടെ നടന്നിട്ട് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു? വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കറങ്ങുന്നതെന്തേ പ്രവാചകന്മാർ?
ആ കാലഘട്ടത്തിലെ VIP-കൾ ചോദിക്കുകയാണ്, അങ്ങാടികളിൽ കറങ്ങുന്ന പ്രവാചകന്മാരോ, സൂക്ക്, അസുവാക്ക്, ചന്ത, മാർക്കറ്റ്, പള്ളിയിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണല്ലോ പുരോഹിതന്മാർ. പള്ളിയുടെ മൂലയിൽ, ദേവാലയത്തിന്റെ മൂലയിൽ ജപമാലയുമായിട്ട് ഒരു ആത്മീയ പുരുഷനായിട്ട് കഴിയുന്ന ഒരുപിടി പുരോഹിതന്മാരെ നമ്മൾ കാണുകയാണ്. പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നു, വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ, ജനങ്ങൾ കൂടുന്ന കേന്ദ്രങ്ങളിൽ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവരോടൊപ്പം നടക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരുടെ ജീവിത രീതികളെ അടുത്തറിയുകയും ചെയ്ത പ്രവാചകന്മാർ. അവർ പറഞ്ഞു, ഹും അറാദിലുന ബാദിയറൈ, അറാദിലുന, നമ്മുടെ സമൂഹത്തിലെ അലവലാദികളായ ആളുകളാണല്ലോ ഇവർ. ഈ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, അടിമകളായി കഴിയുന്ന ആളുകൾ, ദരിദ്രന്മാർ, ഈ ആളുകളെയൊക്കെ നിന്റെ ഭാഗത്തു നിന്ന് ഓടിച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ വരാമെന്ന് പോലും നൂഹ് നബിയോടൊക്കെ ആ സമൂഹത്തിലെ പ്രമാണിവർഗം പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് നിസ്സഹായരായ ജനങ്ങളോടുള്ള അലിവും അനുകമ്പയും ആർദ്രതയും, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള മനസ്സ്, അവരുടെ പ്രശ്നങ്ങൾ തങ്ങളുടെ പ്രശ്നങ്ങളായി നെഞ്ചേറ്റുവാങ്ങാനുള്ള മനസ്സിന്റെ വിശാലത, ഇത് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്മാരുടെ വ്യക്തിത്വത്തിന്റെ ചിത്രീകരണം വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം, ചില നുറുങ്ങുകൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം, അള്ളാഹു ഒരു മഹാദൗത്യത്തിന് വേണ്ടി പ്രവാചകനായിട്ട് അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആയിടക്കുണ്ടായ ഒരു സംഭവം ഖുർആൻ ചിത്രീകരിക്കുകയാണ് സൂറത്തുൽ ഖസസിൽ. മൂസാ നബി ഈജിപ്തിൽ നിന്ന് നിൽക്കക്കള്ളിയില്ലാതെ അഭയം നിഷേധിക്കപ്പെട്ട് അദ്ദേഹം ഓടിപ്പോവുകയാണ്. ഈജിപ്തിൽ നിന്ന് മദിയനിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന്റെ പരിപാടി. കാരണം ഫറോവയുടെ അധികാരപരിധിയുടെ പുറത്തുള്ള സ്ഥലമായിരുന്നു മദിയൻ. അതുകൊണ്ട് ഇവിടെ ഫറോവയുടെ കിങ്കരന്മാരും രഹസ്യ പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലേക്ക് കടക്കുന്നു. അങ്ങനെ 8-9 ദിവസം നീണ്ടുനിന്ന പരീക്ഷീണമായ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം മദിയനിൽ ഒരിടത്ത് എത്തിച്ചേരുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച, ഒരു കിണറിന്റെ ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇടയന്മാരായ ആളുകൾ അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുക്കുന്നു. വലമ്മ വറദ മാഅ മദീന, ഒരു പ്രവാചകന്റെ, ഒരു പ്രബോധകന്റെ, ഒരു വിശ്വാസിയുടെ, ഒരു വിശ്വാസി സമാജത്തിന്റെ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വ്യക്തിത്വം എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ സംഭവം സൂചിപ്പിക്കുകയാണ്. വലമ്മ വറദ മാഅ മദീന വജദ അലൈഹി ഉമ്മത്തൻ മിനൻ നാസി യസ്കൂൻ, അവിടെ ഈ ഇടയന്മാർ വെള്ളം കൊടുക്കുന്നത് അദ്ദേഹം കണ്ടു. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ ആൾക്കൂട്ടത്തിൽ നിന്ന്, തിരക്കിൽ നിന്ന്, ബഹളത്തിൽ നിന്ന് മാറി 2 സ്ത്രീകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവരവരുടെ ആടിനെ തടുത്ത് അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പൊ മൂസാ നബിക്ക് കാര്യം മനസ്സിലായി. കാരണം അവിടെ ഈ പുരുഷന്മാരുടെ ബഹളത്തിൽ കയ്യൂക്കുള്ള ആളുകളുടെ വെള്ളമെടുക്കാനുള്ള ഈ തിരക്കിനിടയിൽ സ്ത്രീകളാണല്ലോ. അവരെങ്ങനെ മാറി നിൽക്കുകയാണ് 2 സ്ത്രീകൾ. അവരുടെ കാലുകൾക്കും വെള്ളം കൊടുക്കണം. അങ്ങനെ മൂസ അലൈഹിസ്സലാം എന്നാ പിന്നെ ഇവിടെ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്നല്ല വിചാരിച്ചത്, ഇടപെടുകയാണ്. ചോദിക്കുകയാണ് അവരോട്, കാലമാ ഖത്തുബുക്കും, അല്ല സഹോദരിമാർ, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തേ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നു? കാലത്ത് അവർ പറഞ്ഞു, ലാ നസ്ഖി ഹത്താ യുസ്ദിറ റിആ, ഈ ആളുകൾ പോവാതെ നമുക്ക് വെള്ളം കൊടുക്കാൻ കഴിയില്ലല്ലോ. അവർ പുരുഷന്മാരല്ലേ, കയ്യൂക്കുള്ളവരല്ലേ, ബലമുള്ളവരല്ലേ. അവരുടെ ഈ തിരക്കൊക്കെ കഴിയാതെ സ്ത്രീകളായി ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്ന് ആ സ്ത്രീകൾ മറുപടി പറഞ്ഞപ്പോൾ, വഅബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ ഉപ്പയാണെങ്കിൽ വീട്ടിൽ വളരെ വയോവൃദ്ധനാണ് അദ്ദേഹം, ഇവിടെ വന്നിട്ട് ഈ ആളുകൾക്കിടയിൽ ബലം പ്രയോഗിച്ച് തന്റെ ആവശ്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങളുടെ വൃദ്ധനായ പിതാവേ വീട്ടിലുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വന്നത് എന്നൊക്കെ ആ സ്ത്രീകൾ പ്രവാചകനോട് സംസാരിക്കുകയാണ്. മഹാനായ മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഫസഖാലഹുമാ, പ്രവാചകൻ അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ. ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ സൂക്ഷ്മമായ ഈ ചിത്രീകരണം വിശുദ്ധ ഖുർആൻ ഒരു വിശ്വാസിയുടെ വ്യക്തിത്വത്തെ, ഒരു വിശ്വാസി സമാജത്തിന്റെ വ്യക്തിത്വം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും അവിടെ മാറി നിന്നോ അവരവരുടെ കാര്യം നോക്കി പോയിക്കോളുമല്ലോ, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ വെള്ളം കൊടുത്തിട്ട് പോയിക്കോളും, എനിക്കതെന്ത് എന്ന് ചിന്തിക്കുകയല്ല പ്രവാചകൻ ചെയ്യുന്നത്. അദ്ദേഹം ഇടപെടുകയാണ്, സമൂഹത്തിന്റെ വിഷയങ്ങളിൽ ഇടപെടുകയാണ്, അവരുടെ വേദനകളെ അറിയുകയാണ്, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ്. ഫസഖാലഹുമാ,
അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സേവനം നടത്തുകയും ചെയ്തു അദ്ദേഹം. സുമ്മ തവല്ല ഇലല്ലില്ലി, എന്നിട്ട് തണലിലേക്ക് മാറിയിരുന്നു അദ്ദേഹം. ഫഖാല, എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. ഖുർആൻ ആ സംഭവം ചിത്രീകരിക്കുകയാണ്. പടച്ചവനെ, നിന്റെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു സന്ദർഭത്തിലാണ് ഞാനുള്ളത്. ഈ സാധു അങ്ങേയറ്റം അവശനാണ്, തളർന്നിരിക്കുകയാണ്. പടച്ചവനെ, നിന്റെ സഹായം അതിന് ഏറ്റവും അർഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ. 8-9 ദിവസമായിട്ട് യാത്ര ചെയ്യുന്നു, പരിക്ഷീണനാണ്, വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല. അങ്ങനെ തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സമൂഹത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടുന്നു. നിസ്സഹായരായ ആളുകൾക്ക് കൈത്താങ്ങായി മാറുന്നു, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ, വിശ്വാസി സമാജത്തിന്റെ, സമൂഹവുമായിട്ടുള്ള ബന്ധത്തിന്റെ നിദർശനമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിസ്സഹായരായ ആളുകൾ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ആളുകൾ, കയ്യൂക്കുള്ളവർ കാര്യം നേടുമ്പോൾ പാവങ്ങൾ അവഗണിക്കപ്പെടുകയാണല്ലോ. അപ്പോൾ അവഗണിക്കപ്പെടുന്ന വിഭാഗത്തോട് ചില മുഫസ്സിറുകൾ ഈ ആയത്തോട് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ സ്ത്രീകൾ അങ്ങനെ മാറി നിന്നല്ലോ, അപ്പോൾ യഥാർത്ഥത്തിൽ ആ പുരുഷന്മാര് ചെയ്യേണ്ടിയിരുന്നത്, അവര് സഹോദരിമാരാണല്ലോ, അവരുടെ കാലുകൾക്ക് വെള്ളം കൊടുത്തവരെ വിടാൻ ശ്രമിക്കുകയായിരുന്നു. ആ മനുഷ്യത്വം അവർ കാണിച്ചില്ല. മൂസാ നബിക്ക് ഇത് കണ്ടപ്പോൾ ധർമ്മരോഷമുണ്ടായിന, മൂസാ നബിക്ക് ധാർമ്മികമായിട്ട് രോഷമുണ്ടായി. അതാണൊരു സത്യവിശ്വാസിയുടെ പ്രകൃതം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പീഡിതരായ, മർദ്ദിതരായ ജനവിഭാഗങ്ങളോട് അവരോട് അനുകമ്പയുണ്ടാകുന്നു, മറ്റവരോട് ധാർമ്മിക രോഷമുണ്ടാകുന്നു. അതാണ് പിന്നെ ആ രോഷവും ആർദ്രതയുമാണ് പിന്നെ പോരാട്ടവും സേവനവുമായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുടിവെള്ളം കിട്ടാത്ത ഒരു വിഭാഗം, ഒരു വലിയ വിഭാഗം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ, ചില കുഗ്രാമങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നു, പൈപ്പിന്റെ ചോട്ടിൽ കിലോമീറ്ററുകളോളം നീണ്ടിരിക്കുകയാണ് അവരുടെ കലങ്ങളും അവരുടെ പാത്രങ്ങളും കുടങ്ങളും. കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി വന്നവരാണ്. അധികവും സ്ത്രീകളാണ്. കുടിവെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കുടിക്കാൻ വെള്ളമില്ലാതെ വിഷമിക്കുന്ന, കഴിക്കാൻ ആഹാരമില്ലാതെ പ്രയാസപ്പെടുന്ന സമൂഹങ്ങൾ, അവിടെ കുടിവെള്ളം ഊറ്റുന്ന വേറെയും ഒരു വിഭാഗം. കോർപ്പറേറ്റുകൾ, ഒരുപാട് കമ്പനികൾ, അവരിങ്ങനെ ഈ ആളുകൾക്ക് കുടിക്കേണ്ട കുടിവെള്ളം വിറ്റ് കാശാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, ലാഭമാക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ കുടിവെള്ളത്തിൽ വിഷം കലർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ മൂസാ നബിയുടെ പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കുവാൻ സാധ്യമല്ല. കുടിവെള്ളമില്ലാത്തവന് കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, അവരുടെ കൂടെ നിൽക്കേണ്ടതുണ്ട്, അവരോട് സഹതാപവും അനുതാപവും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്തരം ആളുകളുടെ ജാതിയും മതവും നോക്കാതെ മനുഷ്യരെന്ന നിലയിൽ നേരത്തെ പറഞ്ഞ അന്നാസിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും വിഭാഗീയമായിട്ട് ചിന്തിക്കുകയാണ്, വർഗീയമായിട്ട് ചിന്തിക്കുകയാണ്. സന്തോഷമുള്ള ചില ഓർമ്മകളും ചില അനുഭവങ്ങളുമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാട്ടിൽ കൊണ്ടോട്ടിയിലെ വളരെ ഉയർന്ന ഒരു പ്രദേശത്ത് ചേപ്പിലിക്കുന്ന ഭാഗത്ത് ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചു. കുറച്ചു നേരം വളരെ സന്തോഷം തോന്നിയ, വളരെ ഹൃദ്യമായി അനുഭവപ്പെട്ട ഒരു സദസ്സ്. കാരണം ആ പ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് വിട്ട് ആ കുന്നിന്റെ മുകളിൽ താമസിക്കുന്ന ആളുകൾ, എല്ലാ വിഭാഗം, എല്ലാ മതക്കാരുമുണ്ട് അവിടെ. പക്ഷേ അവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട്, ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ, അവരുടെ വിഷമങ്ങൾ പരിഹരിക്കാൻ കുറച്ച് ഇസ്ലാമിക പ്രവർത്തകർ ഈ കൊണ്ടോട്ടിയിൽ നിന്ന് അവിടെ ചെല്ലുന്നു. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നു. അവർ സംഘടിപ്പിച്ച ഒരു സദസ്സ്, വല്ലാത്ത സന്തോഷം തോന്നിയ ഒരു സദസ്സ്. കാരണം ആ സദസ്സിൽ അധികവും നമ്മുടെ രാജ്യനിവാസികളായ അമുസ്ലിം സ്ത്രീകളായ സഹോദരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. വല്ലാത്ത സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂസാ നബിയുടെ വ്യക്തിത്വത്തിന്റെ ചിത്രീകരണമാണ് ഞാൻ സൂചിപ്പിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ വ്യക്തിത്വത്തെ അങ്ങേയറ്റം സമ്പൂർണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫ് 157-ാമത്തെ വചനം നമ്മൾ പഠനവിധേയമാക്കേണ്ട ഒരു വലിയ ഭാഗമാണ്. പ്രവാചകൻ ആരാണ് എന്ന് പഠിപ്പിക്കുന്നു, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ് എന്ന് പരിചയപ്പെടുത്തുന്നു. അവിടെ അല്ലാഹു പറയും, വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം വയളഉ അൻഹും ഇസ്റഹും. ആ ജനതയുടെ ഭാരങ്ങളെ അദ്ദേഹം ഇറക്കി വെക്കുന്നു. പ്രവാചകൻ ചെയ്യുന്ന ദൗത്യമാണ്. വയളഉ അൻഹും ഇസ്റഹും, ജനങ്ങളുടെ ഭാരം ഇറക്കി വെക്കുന്നു. വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം,
അവരെ കുരുക്കിയിട്ടിരിക്കുന്ന ജീവിതത്തിലെ ചങ്ങലകൾ അദ്ദേഹം അറുത്തുമാറ്റുകയും ചെയ്യുന്നു. പ്രവാചകൻ നിർവഹിക്കുന്ന മഹത്തായ ദൗത്യം ഇത് തന്നെയാണ് പ്രബോധകന്മാർക്ക് നിർവഹിക്കാനുള്ളത്. ഇത് തന്നെയാണ് വിശ്വാസി സമാജങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് ഇസ്റിന്റെ മതമല്ല, ഇത് യുസ്റിന്റെ മതമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ പ്രവാചകൻ വയലൗ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങൾ എടുത്തുമാറ്റുന്നവനാണ്. ജനങ്ങളുടെ മുതുകിൽ ഭാരം വെച്ചുകെട്ടേണ്ടവരല്ല വിശ്വാസികൾ. പണ്ഡിതന്മാർ, പ്രബോധകന്മാർ. ദീനിയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ദീനിനെ സമർപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർക്ക് പിഴവ് പറ്റി എന്നാണ് അതിനർത്ഥം. കാരണം ഇത് യുസ്റിന്റെ മതമാണ്, ഇത് ഇസ്റിന്റെ മതമല്ല, ഇത് ഭാരങ്ങളായവരുടെ മേൽ കെട്ടിവെക്കുന്ന മതമല്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഈ ദീനിൽ, ഒരിക്കലും പ്രയാസമല്ല. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ പ്രത്യേകമായിട്ട് ആ ഉപദേശം പല സന്ദർഭങ്ങളിൽ നൽകിയത്. യമനിലേക്ക് തന്റെ ശിഷ്യന്മാരെ നിയോഗിക്കുകയാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, രണ്ട് ശിഷ്യന്മാരെ യമനിലേക്ക് പറഞ്ഞയക്കുന്നു. പോകാൻ നേരം പ്രവാചകൻ അവരോട് പ്രത്യേകമായിട്ട് ഉണർത്തുന്നു, യസ്സിറ വലാ തുഅസ്സിറ. നിങ്ങൾ ഒരിക്കലും ആ ജനതയെ എടുക്കരുത്, ഞെരുക്കരുത്. അവർക്ക് നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കണം. അവരുടെ ജീവിതത്തിൽ ലഘൂകരണം വരുത്തണം. ബശ്ശിറ വലാ തുനഫിറ. അവരെ നിങ്ങൾ സന്തോഷിപ്പിക്കണം, ഒരിക്കലും വിറപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞേക്കുന്നത്. വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ഒരുപാട് മാനങ്ങളുള്ള ഒരു വിഷയമാണ് ജനതയുടെ ഭാരം ഇറക്കി വെക്കുക. കേവലം ഭൗതികമായ ഭാരം മാത്രമല്ല, ആശയങ്ങളുടെ ഭാരം, സിദ്ധാന്തങ്ങളുടെ ഭാരം, അവരുടെ ജീവിതത്തിന്റെ നട്ടലൊടിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ ഭാരം, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ നേർക്കുനേരെ തന്നെ ആ ജനതയുടെ ചുമടിറക്കി വെച്ച അനുഭവങ്ങളുണ്ടല്ലോ. ഒരിക്കൽ പ്രവാചകൻ വഴിയിലിറങ്ങുമ്പോൾ നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്. ഒരു വൃദ്ധ ചുമടുമായിട്ട് പോവുകയാണ്. പ്രയാസപ്പെട്ടുകൊണ്ടൊരു വൃദ്ധ നടന്നു നീങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുൻഗാമിയായ മൂസ അലൈഹിസ്സലാമിനെ പോലെ ഇടപെടുകയാണ്. പ്രവാചകൻ തന്റെ തോളിൽ ഈ ചുമടേറ്റി വെച്ചുകൊണ്ട് നടക്കുന്നു. അവരുടെ പിന്നാലെ കുടിലിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെച്ചു കൊടുക്കുന്നു. വൃദ്ധക്ക് അത്ഭുതമായി. അദ്ദേഹം പ്രതിഫലം വാങ്ങിയില്ല. പ്രതിഫലം വാങ്ങാതിരുന്നപ്പോൾ കൂടുതൽ അത്ഭുതമായി. വൃദ്ധ പ്രവാചകനോട് പറഞ്ഞു, എന്നാൽ മോനെ, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. മുഹമ്മദ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു പുതിയ മതവുമായിട്ട്, പാരമ്പര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ഒരു മതവുമായി, ഒരു പ്രസ്ഥാനവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവന്റെ വലയിലൊന്നും നീ പെട്ടുപോകരുത് എന്ന് ഈ വൃദ്ധ പ്രവാചകനോട് പറയുകയാണ്. അവിടെ പ്രസംഗമില്ല, സ്റ്റഡി ക്ലാസ്സില്ല, ലേഖനങ്ങളില്ല. പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ആ മുഹമ്മദ് ഞാൻ തന്നെയാണ് എന്ന്. ഇത് ഏറ്റവും വലിയ പ്രബോധനമാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ഇസ്ലാമിനെ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുകൂടി നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കുകയാണ്. വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. നമുക്കറിയാമല്ലോ, അടിമത്തത്തിന്റെ ചങ്ങലകളിൽ നശിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെയാണ് പ്രവാചകൻ വിമോചിപ്പിക്കുന്നത്. അടിമത്തം എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു, എല്ലാ ജനതകളിലും സമൂഹങ്ങളിലും ഉണ്ടായിരുന്നു. ആ അടിമകളുടെ രോദനം കേട്ടവരുണ്ട്. പക്ഷേ പ്രവാചകനെ പോലെ അതിനോട് സർഗാത്മകമായി പ്രതികരിച്ചവർ വളരെ കുറവായിരുന്നു. അടിമത്ത വിമോചനം പ്രവാചകൻ നടപ്പിലാക്കിയതുപോലെ ലോക ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. പ്രവാചകൻ എന്താണ് ചെയ്തത്? അവരുടെ മാനസികമായ അടിമത്തവും ഭൗതികമായ അടിമത്തവും രണ്ടിനോടും ഒരേ സമയം സംവദിച്ചുകൊണ്ട് പ്രവാചകൻ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കുകയാണ് ചെയ്തത്. അടിമകളായ ആളുകളോട് അവരുടെയൊക്കെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഉണർത്തിക്കൊണ്ട് രണ്ടു കൂട്ടരെയും ഒരേ സമയം പ്രവാചകൻ അഭിമുഖീകരിക്കുകയാണ്. പ്രവാചകൻ അടിമകളായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും യജമാനന്മാരെ ഈ സാധാരണ വിളിച്ചു വരുന്നത് പോലെ റബ്ബ് എന്നിന് വിളിക്കരുത്. ഒരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ റബ്ബ് എന്ന് വിളിക്കരുത്. അവരെ വേണമെങ്കിൽ സയ്യിദെന്നോ മൗലാന്നൊക്കെ വിളിച്ചോളൂ, റബ്ബ് എന്ന് വിളിക്കാൻ പാടില്ല. മറിച്ച് ഈ പ്രഭുക്കന്മാരായ ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങളുടെ കീഴിലുള്ള അടിമകളെ നിങ്ങൾ അടിമകൾ എന്ന് വിളിക്കാൻ പാടില്ല. ഇനി മുതൽ അബ്ദ് എന്ന് വിളിക്കാൻ പാടില്ല, അമത്ത് എന്ന് വിളിക്കാൻ പാടില്ല, ഖാദിം എന്ന് വിളിച്ചോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിം, സേവകൻ, സെർവന്റ് പ്രവാചകൻ അങ്ങനെയാണ് പ്രയോഗിച്ചിരുന്നത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ അവരെയും നിങ്ങൾ വിളിച്ചിരുത്തണം, ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ അവരുണ്ടാക്കിക്കൊണ്ടുവരുന്ന ആ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം അവർക്കായിട്ട് നിങ്ങൾ നീക്കിവെച്ച് പ്രത്യേകമായിട്ട് അവർക്ക് കൊടുക്കണം, അവരെ കഴിപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്, എന്ത് വഴക്കുണ്ടായാലും വാക്കേറ്റമുണ്ടായാലും അവരുടെ മുഖത്ത് സ്പർശിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവരെ
വധിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. മേലിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ഒരു അടിമയെ വധിച്ചാൽ നമ്മൾ ഓർക്കണം, അടിമത്ത സമ്പ്രദായം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ സാധാരണമായ അവരുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. ഞാൻ വില കൊടുത്തൊരു കാളയെ വാങ്ങുകയും ആ കാളയെ തല്ലുകയും വേണ്ടി വന്നാൽ അറുത്ത് തിന്നുകയും ചെയ്യുന്നത് പോലെ അടിമകളെ കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ, എല്ലാ സംസ്കാരങ്ങളിലും അങ്ങനെ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അടിമത്ത സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അവരെ പീഡിപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും ഒരു അടിമയെ കൊന്നു എന്നറിഞ്ഞാൽ അവനെ നാം വധിച്ചു കളയുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രഭുക്കളെ സംബോധന ചെയ്തുകൊണ്ട് അതേസമയം അടിമകളെയും അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ മാനസികമായ അടിമത്തത്തിന്റെ ആ അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായി ഏറ്റവും നല്ല സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അടിമത്തത്തെ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്തത്. ഇതിന്റെയൊക്കെ മൂല്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആധുനിക കാലഘട്ടത്തിലെ അടിമത്ത സമ്പ്രദായത്തിന്റെ അവസ്ഥകളും അത് നിർത്തലാക്കിയ ഇപ്പോഴും നമ്മൾ വളരെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിമോചകന്മാരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്കിതിന്റെ മൂല്യം മനസ്സിലാവുക. പ്രവാചകൻ 2 സദസ്സിനെയും ഒരുപോലെ അഭിമുഖീകരിച്ചു എന്നതിന്റെ മൂല്യം നമുക്കറിയാമല്ലോ. ആധുനിക അമേരിക്കയിൽ എബ്രഹാം ലിങ്കനാണ് അടിമത്ത സമ്പ്രദായം നിർത്തലാക്കിയത്. ഇന്നും അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. തീർച്ചയായും അദ്ദേഹം അങ്ങനെ പ്രശംസിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അടിമത്തം നിയമം മൂലം നിരോധിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അമേരിക്കയിലെ പ്രഭുക്കളായ ആളുകളുടെ കൊട്ടാരങ്ങളുടെ മുറ്റത്ത് ഈ അടിമത്തത്തിൽ നിന്ന് മോചിതരായ അടിമകൾ ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ അടിമത്തം പുനഃസ്ഥാപിക്കണം, തിരിച്ചു തരണം. കാരണം അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് തൊഴിലില്ല, അവർക്ക് വെള്ളം കുടിക്കാനില്ല. മാനസികമായിട്ടാണെങ്കിൽ അവരുടെ അടിമത്തത്തിന്റെ അപകർഷബോധം അവരിൽ നിന്ന് മാറിയിട്ടുമില്ല. ഈ സമൂഹം ചെന്നിട്ട് അടിമത്തം തിരിച്ചു തരണം എന്നാവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ പല അടിമത്ത നിരോധങ്ങളും വാസ്തവത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രവാചകൻ മറ്റൊരു സമീപനത്തിലൂടെ മാറ്റി തീർക്കുകയാണ്. അല്ല, നിങ്ങൾ അടിമകളെ വിമോചിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ സൽക്കർമ്മമായി സുഹൃതമായി പ്രവാചകൻ എടുത്തു കാണിച്ചു. ഫക്കു റഖബ. എന്താണ് ഇസ്ലാമിക ജീവിതം എന്നറിയുമോ? പ്രവാചകൻ പറയുകയാണ്, ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ. പ്രവാചകൻ വിശദീകരിച്ചു ഇസ്ലാമിക ജീവിതം. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ് അവർക്ക്. ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ അടിമകളെ വിമോചിപ്പിക്കലാണ്. ഫക്കു റഖബ, അടിമകളെ വിമോചിപ്പിക്കുക ഏറ്റവും വലിയ പുണ്യം. പാപങ്ങൾ ചെയ്യുമ്പോൾ പ്രായശ്ചിത്തത്തിനുള്ള ഏറ്റവും വലിയ മാധ്യമം. ഇങ്ങനെ എന്ത് സംഭവിച്ചു? കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ അടിമത്ത സമ്പ്രദായം തന്നെ അവരിൽ നിന്ന് ഇല്ലാതായി പോവുകയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ജനതയെ വരിച്ചു മുറുക്കിയിരിക്കുന്ന ആ അടിമത്തത്തിന്റേതടക്കമുള്ള ചങ്ങലക്കെട്ടുകൾ അറുത്തുമാറ്റുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മനുഷ്യ നന്മയുടെ കാര്യത്തിൽ പ്രവാചകന്മാർ ജനങ്ങളിൽ നിന്ന് കരാർ വാങ്ങിയിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. വഇദ അഖദ്നാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ്. പ്രവാചകന്മാർ കരാർ വാങ്ങുകയാണ് സമൂഹങ്ങളിൽ നിന്ന്, അനുചരന്മാരിൽ നിന്ന്, അല്ലാഹുവിനല്ലാതെ നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറണം. വദിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കളോടും, വല്യതാമ, അനാഥകളോട്, വൽ മസാഖീൻ, അഗതികളോട്, വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് ഏറ്റവും നല്ല ഭാഷയിലെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടവരെ സംസ്കരിച്ച ചരിത്രം ഖുർആൻ നമുക്ക് കാണിച്ചു തരികയാണ്. ബനൂ ഇസ്രായേലിന്റേതടക്കമുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് മനുഷ്യ നന്മയുടെ കാര്യത്തിൽ കരാറുകൾ പോലും വാങ്ങിയിരുന്നു പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പിൻഗാമികൾ അവരെങ്ങനെയാണ് ജീവിച്ചത്? അവർ ഭരണാധികാരികളായപ്പോൾ എന്ത് സംഭവിച്ചു? സയ്യിദുന്നാസി ഖാദിമുഹും, അതായിരുന്നു അവരുടെ പ്രമാണവാക്യം. സയ്യിദുന്നാസി ഖാദിമുഹും, ജനങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സേവകനാണ്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ഉത്തരാധികാരികൾ ഖുലഫാഉർ റാഷിദൂൻ അവരെങ്ങനെയാണ് ജീവിച്ചത്? അതുകൊണ്ടാണ് ഖിലാഫത്ത് ഏറ്റെടുത്തതിന്റെ പിറ്റേ ദിവസവും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ പുരുഷന്മാരില്ലാത്ത വിധവകളായ പെണ്ണുങ്ങളുടെ ആടമാടുകളെ കറന്നുകൊടുക്കാൻ ഖലീഫയായ അബൂബക്കർ പോയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വെളുപ്പാങ്കാലത്ത് സുബഹിന് മുമ്പേ തന്നെ മദീനത്തെ ദരിദ്രരായ ആളുകളുടെ, അവശരായ രോഗികളുടെ വീട്ടിൽ നമ്മളിപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ അഭേദ്യമായി ബന്ധപ്പെട്ട അതിന്റെ സേവനത്തിന്റെ മുഖമാണ് എന്ന്
ചരിത്രത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുബഹിന്റെ മുമ്പ് മദീനത്തെ പാവങ്ങളായ ആളുകളെ പരിചരിക്കാൻ വേണ്ടി പോവുകയാണ്. ആലംബമില്ലാത്ത ആളുകളുടെ വീട്ടിൽ അവരൊക്കെ മലവിസർജനം ചെയ്ത പാത്രം പോലും സ്വന്തം കരം കൊണ്ടെടുത്ത് കഴുകി വൃത്തിയാക്കി കൊടുത്ത് തിരിച്ചു വരുന്ന മഹാനായ ഖലീഫയെ നമ്മൾ കാണുകയാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കേണ്ടതില്ലല്ലോ, തന്റെ രാജ്യത്തെ ഒരു പാവപ്പെട്ട പെണ്ണിന് പ്രസവ ശുശ്രൂഷക്ക് ആളെ കിട്ടാതിരുന്നപ്പോൾ വീട്ടിൽ വന്നിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തി അതിനായിട്ട് കൊണ്ടുപോകുന്ന മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുകയാണ്. സയ്യിദുൻ നാസി ഖാദിമുഹും, ജനങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ അവരുടെ ഖാദിമാണ്, അവരുടെ വൃത്തിയെ പോലെ ജീവിക്കണം. ആ സമൂഹത്തിൽ അബുൽ മസാക്കിന്മാരുണ്ടായി, ആ സമൂഹത്തിൽ ഉമ്മുൽ മസാക്കിന്മാരുണ്ടായി. പാവങ്ങളുടെ ഉപ്പ എന്നറിയപ്പെട്ട മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളായിരുന്നു. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ കാര്യമായിരുന്നു. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾക്ക് അന്നം കൊടുത്തവരായിരുന്നു. അബുൽ മസാക്കീൻ എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഉമ്മുൽ മസാക്കീൻ സൈനബ് റളിയല്ലാഹു തആല അൻഹ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ താൻ തയ്യാറാക്കി വെച്ച കഫൻ പുടവക്ക് പുറമെ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഒരു കഫൻ പുടവ കൊടുത്തയച്ചപ്പോൾ അവസാനമായിട്ട് അവർ പറഞ്ഞ ഒരു വസിയ്യത്ത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 വസ്ത്രമായല്ലോ, എനിക്കൊരു കഫൻ പുടവ മതി, അതുകൊണ്ട് ഒന്ന് സാധുവായ ഒരു സ്ത്രീക്ക് ഹദിയ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്, സദഖ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടുപോയ ഉമ്മുൽ മസാക്കീൻ സൈനബ് റളിയല്ലാഹു തആല, പാവങ്ങളുടെ അമ്മമാരെ നമ്മൾ പരിചയപ്പെടുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ അനുചരന്മാർ ഇങ്ങനെയൊക്കെ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ഒരു നന്മ പോലും അവഗണിക്കരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ലാ തഹിഖറന്ന മിനൽ മഅറൂഫി ശൈആ വഇന്ന മിനൽ മഅറൂഫി അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖ്. പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടുകൂടി അവന്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു, ഒരു മുഖപ്രസാദം, തീർച്ചയായും അത് മഅറൂഫാണ്, നന്മയിൽപ്പെട്ടതാണ്, അവഗണിച്ചു കളയരുത്. വഅൻ തുഫിഗ മിൻ ദൽവിക ഫീ ഇനാഇ അഖീക്, നീ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ നിന്റെ തൊട്ടിയിൽ നിന്നൊരൽപ്പം വെള്ളം നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊരു വലിയ പുണ്യമാണെന്ന് ആ സമൂഹത്തെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. തഅദിലു ബൈന സനൈനി സദഖ, 2 പേർക്കിടയിൽ നീതിയോടുകൂടി പെരുമാറുന്നത് ധർമ്മമാകുന്നു. വതുഈലു റജുലു ഫീ ദാബത്തിഹി ഫതഹ്മിലുഹു അലൈഹാ ഔ തർഫഉഹു അലൈഹാ മതാഅഹു സദഖ. പ്രവാചകൻ വിശദീകരിക്കുന്നു, ഒരാളെ നിന്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളങ്ങനെ 2 വീലറിന് പള്ളിയിലേക്ക് വരികയാണ്, അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽക്കുന്നു, കുറെ നേരമായിട്ട് അദ്ദേഹം ബസ് കാത്തു നിൽക്കുകയാണ്. ഒരു നിമിഷം അയാളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു, നമ്മുടെ വണ്ടിയുടെ ബാക്കിലാണെങ്കിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, കേറ്റാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഇവിടെയാണ് ഇസ്ലാമിക മനസ്സ് പരീക്ഷിക്കപ്പെടുന്നത്. പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ വാഹനത്തിൽ ഒരാളെ കയറ്റിക്കൊണ്ടുപോകുന്നത് സദഖയാണ്. ഒരാളുടെ ലഗേജ് അതെടുത്തു വെക്കാനൊന്ന് സഹായിക്കുക, അയാളുടെ ഭാരമൊന്ന് സ്വന്തം വാഹനത്തിൽ കൊണ്ടുപോയി കൊടുക്കുക, ഇതൊക്കെ സദഖയാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരു കലിമത്തു ത്വയ്യിബത്തു സദഖ, ഒരു നല്ല വാക്ക് നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പറയാം, അത് അയാൾക്ക് ഒരു ആശ്വാസമാണ്, അയാൾക്ക് സാന്ത്വനമാണ്. അങ്ങനെയുള്ള ഒരു നന്മയുടെ വാക്ക് പറയൽ അതും ധർമ്മമാണ്. വബികുല്ലി ഖത്വത്തിൻ തംശീഹാ ഇല സ്വലാത്തി സദഖ, പള്ളിയിലേക്ക് പോകുന്നു നമസ്കരിക്കാൻ പ്രവാചകൻ പറയുന്നു, ഓരോ കാലടിയും സദഖയാകുന്നു. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖ, അങ്ങനെ വഴിയിൽ എന്തോ തടസ്സം കണ്ടു, ഒരു മുള്ളു വീണ് കിടക്കുന്നത് കണ്ടു, അത് ജനങ്ങൾക്ക് ഉപദ്രവകരമാകുമെന്ന് മനസ്സിലാക്കി ആ മുള്ളെടുത്തു മാറ്റി, അതും യഥാർത്ഥത്തിൽ സദഖയാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അർത്ഥത്തിലാണ് ആ സഹാബത്തിന്റെ തലമുറയെ വളർത്തിയെടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്കിടയിലുണ്ടായിരുന്ന പരസ്പരം സൽക്കരിക്കുന്നതിന്റെയും ആഹാരം കൊടുക്കുന്നതിന്റെയും ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി മുസ്ലിമും രേഖപ്പെടുത്തി, ഒരിക്കൽ അന്ന സഹാബ സുഫ കാനൂ ഉനാസൻ ഫുഖറാ, പാവങ്ങളായ ആളുകളായിരുന്നു. പ്രവാചകന്റെ പള്ളിയുടെ കോലായിൽ ദീനീ വിദ്യാഭ്യാസത്തിന് വേണ്ടി താമസിച്ചിരുന്ന അസ്ഹാബു സുഫ, അങ്ങനെയുള്ള ആളുകൾ. വഅന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മറത്തൻ മൻ കാന ഇൻദഹു തുആമു ഇസ്നൈൻ ഫല്യദ്ഹബ് ബിസാലിസ്. നമ്മൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ടതാണ് ഇതൊക്കെ. നിങ്ങളിൽ 2 പേർക്ക് ഭക്ഷണമുള്ള ഒരാൾ 3-മതൊരാളെ ഇവിടെ നിന്ന് അതിഥിയായിട്ട് കൂട്ടണം. പ്രവാചകൻ പറയുകയാണ്, വമൻ കാന ഇൻദഹു തുആമു അർബഅ ഫല്യദ്ഹബ് ബിഹാമിസിൻ ഔ ബിസാദിസിൻ, അല്ല 4 പേരുടെ ഭക്ഷണം വീട്ടിലുള്ള ഒരാൾ 5-6 ആളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം, അവരെ സൽക്കരിക്കണം.
ഇത് രേഖപ്പെടുത്തിയ സഹാബി പറയുകയാണ്, ഉദ്ധരിച്ച സഹാബി പറഞ്ഞു, ഒക്കമാക്കാൽ ഇതുപോലെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് അബൂബക്കർ 3 ആളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പ്രവാചകനാണെങ്കിൽ 10 പേരെയാണെന്ന് സൽക്കരിച്ചത്. ഇതുപോലെയാണ് ആ സമൂഹത്തെ പ്രവാചകൻ വളർത്തിയെടുക്കുന്നത്. നബി ഒരിക്കൽ പറഞ്ഞല്ലോ, ഞാൻ അശ്അരികളിൽപ്പെട്ടവനാകുന്നു. ഖുറൈശിയാണ് നബി എന്ന് നമുക്കറിയാം. അശ്അരിയിൽപ്പെട്ടവനാണ് ഞാനെന്ന് പ്രവാചകൻ പറയുകയാണ്. എന്താണ് അവരുടെ സവിശേഷത? മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ ദൗർലഭ്യം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ നേതാവ് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തുന്നു. ഒരു വലിയ തുണി വിരിക്കുന്നു. എല്ലാവരുടെയും ഭക്ഷണം അതിൽ ചൊരിയാൻ പറയുന്നു. അങ്ങനെ എല്ലാവർക്കുമായിട്ടത് തുല്യമായി വീതിക്കുന്നു. സമൂഹത്തിലെ ഒരു വിഭാഗം എന്തോ ക്ഷാമം അനുഭവിക്കുന്നുവെങ്കിൽ, പട്ടിണി അനുഭവിക്കുന്നുവെങ്കിൽ, ദൗർലഭ്യം അനുഭവിക്കുന്നുവെങ്കിൽ എല്ലാവരുടെയും കൂടെ കൂട്ടിയിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വീതിക്കുന്ന ഉദാത്തമായ സാമൂഹികതയുടെ ഒരു സംസ്കാരം അവരിലുണ്ടായിരുന്നു. പ്രവാചകൻ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ അതുകൊണ്ട് അശ്അരികളിൽപ്പെട്ടവനാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പോരാടുക, കഷ്ടപ്പെടുന്ന ആളുകളുടെ ആ വിഷമങ്ങളോട് അലിവും അനുഭാവവും പ്രകടിപ്പിക്കുക എന്നത് നമ്മുടെ ദീനീ വ്യക്തിത്വത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് എന്ന് നമ്മൾ അറിയണം. ദീനെന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ 2 ഭാഗമാണ്. ഒന്ന് അള്ളാഹുവിനുള്ള അവകാശ ബാധ്യതകൾ, ഹുഖൂഖുള്ള. രണ്ടാമത്തേത് ഹുഖൂഖുൽ ഇബാദ്, അള്ളാഹുവിന്റെ അടിമകൾക്കുള്ള അവകാശ ബാധ്യതകൾ. ഈ 2 നിലക്കുള്ള ബാധ്യതാപാലനവും നടക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരാൾ ദീനീ വ്യക്തിത്വത്തിലേക്ക് ഉയരൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ 107-ാം അധ്യായം സൂറത്തുൽ മാഊൻ ഈ സന്ദേശം വളരെ ശക്തമായി നമ്മിലേക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമാജങ്ങളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും പ്രത്യേകമായിട്ട് മനസ്സിരുത്തേണ്ട ഒരു വിഷയമാണ് ഈ ജനസേവനത്തിന്റെ മുഖം, മനുഷ്യ നന്മയുടെ മുഖം. മതജാതി ഭേദമന്യേ അള്ളാഹുവിന്റെ സൃഷ്ടികളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിശാലമായ ഈ മാനവികതയുടെ സംസ്കാരം നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കേവലം മതപരമായ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും ആ ആത്മീയ ആരാധന അനുഷ്ഠാന മുറകളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയും കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ വേദനകളും അവരുടെ ദുരിതങ്ങളും ശ്രദ്ധിക്കാതിരിക്കുകയും അതിനോട് കണ്ണടക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ദീനീ വ്യക്തിത്വം തന്നെയാണ് തകർന്നു പോകുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും സ്വാർത്ഥത എന്ന് പറയുന്നത് ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വാർത്ഥതയാണ് ഇന്ന് ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും സോപ്പിനെ പോലെ കാണുന്ന ഒരു സംസ്കാരമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. സോപ്പ് നീക്കുമ്പോൾ സോപ്പ് നമുക്ക് വേണ്ടി അലിഞ്ഞില്ലാതായി തീരും. എന്റെ കൂടപ്പിറപ്പിനെ ഞാൻ കാണുന്നത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി, അവൻ എനിക്ക് വേണ്ടി തേഞ്ഞു തീരേണ്ടവനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വാർത്ഥതയുടെ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ഈ മുഖം ഏറ്റവും ഗൗരവത്തിൽ തിരിച്ചറിയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് നെറ്റിന്റെ കാലമാണ്. എല്ലാ അർത്ഥത്തിലും നെറ്റ് എന്ന് പറഞ്ഞാൽ വല എന്നർത്ഥം, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആന്തരവല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ചിലന്തികൾ വല കെട്ടുന്നത് പോലെ, ചിലന്തികൾ വല വിരിക്കുന്നത് പോലെ എപ്പോഴാണ് ഇനി ഒരു ഇരയെ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് വല നെയ്ത് വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു മനസ്സിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക് എല്ലാവരും നീങ്ങും. എങ്ങനെയാണ് മറ്റൊരുത്തിനെ ചൂഷണം ചെയ്യാൻ കഴിയുക, അവൻ എപ്പോഴാണ് എന്റെ ഒരു ഇരയാക്കി മാറ്റാൻ കഴിയുക എന്ന രീതിയിൽ വലകെട്ടി കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിശുദ്ധമായ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി പോരാടുവാൻ, ജനപക്ഷത്ത് നിൽക്കുവാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കേവലം ഒരു കൃത്രിമമായ മുദ്രാവാക്യത്തിന്റെ അർത്ഥത്തിലല്ല, ജനപ്രിയരാകാൻ വേണ്ടി പറയുന്ന മുദ്രാവാക്യം ആ രീതിയിലല്ല. ഇത് ഈ ആദർശത്തിന്റെ അംബിയാ മുർസലുകൾ പകർന്നു തന്ന ലോകവീക്ഷണത്തിന്റെ, പ്രപഞ്ച ദർശനത്തിന്റെ അഭേദ്യമായ ഒരു ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് ഒരുപാട് അടിമകളെ മോചിപ്പിച്ചിരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ മുശ്രിക്കായ പിതാവ് അദ്ദേഹത്തോട് പറയുകയുണ്ടായത്രേ, നീ ഇങ്ങനെ ഒരുപാട് ആളുകളെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി മോചിപ്പിക്കുന്നുണ്ടല്ലോ, എന്നാൽ നമ്മുടെ കുടുംബത്തിനെങ്കിലും ഉപകാരം കിട്ടുന്ന ആളുകളെ നിനക്ക് മോചിപ്പിച്ചുകൂടെ എന്ന് അബൂബക്കറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, മാ ഉരീദു ഇല്ലാ മിൻ ഇന്ദില്ല, അല്ലാഹുവിങ്കലുള്ള പ്രതിഫലമുണ്ടല്ലോ, അതല്ലാതെ മറ്റൊന്നും എന്നെ ഈ കാര്യത്തിൽ പ്രചോദിപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. ഒമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല. അല്ലാഹുവിന്റെ പൊരുത്തം, അവന്റെ പ്രീതി, അവന്റെ സ്വർഗം,
ഇതിനു വേണ്ടിയാണ് അവർ ജനങ്ങളെ സേവിച്ചത്. ഈ അർത്ഥത്തിൽ നമുക്ക് ഉയർന്നു നിൽക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളൊക്കെ ആ മാതൃകയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കലുകൾ ധാരാളം നടക്കുന്നതുകൊണ്ട് യഥാർത്ഥ ചിത്രം പലപ്പോഴും നമുക്ക് ലഭിക്കാറില്ല. ഉദാഹരണമായിട്ട് ഫലസ്തീനിലെ ഇസ്ലാമിക പ്രസ്ഥാനം, ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, നമ്മൾ പലപ്പോഴും ഔദ്യോഗികമായ ഭാഷ്യങ്ങൾ മാത്രമാണ് കേൾക്കുന്നത്. ഹമാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾ ഭീകരവാദം എന്നാണ് പറയുന്നത്, തീവ്രവാദ പ്രസ്ഥാനം എന്നാണ് പറയുന്നത്. കാരണം ഇസ്ലാമിന്റെ പ്രതിയോഗികൾ അങ്ങനെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തീവ്രവാദ പ്രസ്ഥാനമെന്ന് ആരോപിക്കപ്പെടുന്ന, ജനവിരുദ്ധ പ്രസ്ഥാനമെന്ന് അമേരിക്ക ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്രയേൽ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനമുണ്ടല്ലോ, 2006 തെരഞ്ഞെടുപ്പിൽ അവരാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും നീതിപൂർവകമായ ഐക്യരാഷ്ട്രസഭ മേൽനോട്ടം വഹിച്ച ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയത്. എന്തുകൊണ്ട് എന്ന് നമ്മൾ അറിയണം. അത് അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു പ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് മാത്രമല്ല, ആ ദീനിന്റെ പ്രസ്ഥാനം ഈ നേരത്തെ പറഞ്ഞ അമ്പിയാവർസുകളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അബലമന്ദിരങ്ങൾ, അനാഥകരെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ, പാവങ്ങൾക്കുള്ള സഹായങ്ങൾ, ഈ ജനസേവനത്തിന്റെ മുഖമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഹമാസിനുള്ളത്. അല്ലെങ്കിൽ അറഫാത്തിന്റെ PLO അവിടെ ജയിച്ചേനെ. തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ നീതിയുടെയും നന്മയുടെയും ഇസ്ലാമികമായ മുഖം ലോകത്തിന്റെ മുമ്പിൽ അനാവരണം ചെയ്യുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുമോ? അവിടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം വിജയത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ. അല്ല പറയുന്നു, ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നീതി കൊണ്ട് കൽപ്പിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്. വഇതാഇ ദിൽ ഖുർബാ, നിങ്ങളുടെ ബന്ധുക്കൾക്ക് സഹായം ചെയ്യാൻ വേണ്ടി അല്ലാഹു കൽപ്പിക്കുകയാണ്. വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി, അതുപോലെ തന്നെ നീചവും നിഷിദ്ധവും അധർമ്മവുമായ കാര്യങ്ങളെ തൊട്ട് അല്ലാഹു നിങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്നു. യഅ്ലുക്കും ലഅല്ലക്കും തദക്കറൂൻ, അല്ലാഹു നിങ്ങൾക്ക് ഉത്ബോധനങ്ങൾ നൽകുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ കാര്യം ശരിയായി മനസ്സിലാക്കാൻ വേണ്ടി എന്ന് അല്ലാഹു പറയുന്നു. കാര്യങ്ങൾ അല്ലാഹുവിന്റെ കലാമിൽ നിന്ന് ശരിയായി മനസ്സിലാക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.